നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് ന്യൂസാണ് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലെ, അതായത് ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ എക്കോണമി വളരെ വേഗത്തിൽ വളർന്ന് കത്തിക്കയറുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രാജ്യത്ത് UPI പേയ്മെന്റ് സിസ്റ്റം 2016-ലാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഈ 2016 ശേഷം ഇതുവരെയുള്ള കണക്കുകളിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ, അതായത് ഈ ഒക്ടോബർ മാസത്തിൽ റെക്കോർഡ് UPI ട്രാൻസാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ UPIയുടെ ആ സിസ്റ്റത്തിൽ നടന്നത് 27 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ. 27 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ എന്ന് പറയുമ്പോൾ 2770 കോടി ഇടപാടുകളുടെ എണ്ണവും അതിൻ്റെ മൂല്യം 27.28 ലക്ഷം കോടി രൂപയുമാണ് UPI ഇടപാടുകളിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഒക്ടോബറിൽ നമുക്കറിയാം ഫെസ്റ്റിവൽ സീസണായിരുന്നു, ദീപാവലി അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ GSTയുടെ ഇളവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വർദ്ധിച്ച ഡിമാൻഡുകൾ ഈ പറഞ്ഞ ഒരു കുതിപ്പിന് കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസം ഈ പറഞ്ഞ UPI ഇടപാടുകളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963 കോടി ഇടപാടുകളായിരുന്നു. നമ്പേഴ്സ്, യൂണിറ്റ്, അതിൻ്റെ മൂല്യം 24.9 കോടി രൂപയാണ്. എന്നുവെച്ചാൽ 24.9 കോടി രൂപ ഈ UPI ട്രാൻസാക്ഷൻ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. 1963 കോടി ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ 24.9 കോടി രൂപയുടെ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻസും, അല്ല ട്രാൻസാക്ഷൻ വാല്യൂ, അതിന് തുല്യമായിട്ടുള്ള മൂല്യം രൂപയിൽ. ഈ വർഷം ഓഗസ്റ്റിൽ 2000 കോടി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും UPI ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഓഗസ്റ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ റെക്കോർഡ് ട്രാൻസാക്ഷൻ നടന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ മറികടന്ന് ഒക്ടോബറിൽ ഈ പറഞ്ഞ പുതിയ റെക്കോർഡ് ഇത് സ്ഥാപിച്ചിരിക്കുകയാണ്. മെയിലെ 25.14 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളുടെ റെക്കോർഡ് ഈ പറഞ്ഞ ഒക്ടോബറിലെ കണക്കുകൾ അതനുസരിച്ച് തിരുത്തപ്പെടുകയുണ്ടായി. അപ്പോൾ രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഡിജിറ്റൽ എക്കോണമി വളരെ, എന്താണ് പറയുക, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളൊരു ഡിജിറ്റൽ എക്കോണമിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 2016 ഏപ്രിലിനാണ് UPI നിലവിൽ വന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കണക്കാണ് ഒക്ടോബറിലത്. റെക്കോർഡാണ് ശരിക്കും പറഞ്ഞാൽ. പ്രതിദിനം ഡെയിലി ആവറേജ് 66.8 കോടി ഇടപാടുകളും അതുപോലെ തന്നെ ആവറേജ് 67.8 കോടി ഇടപാടുകൾ ഒരു ദിവസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതുവരെ ഇന്ത്യയിൽ UPI ഇടപാടുകൾ 87,993 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 87,993 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം കോടിക്ക് അടുത്തെത്താറായി. അപ്പോൾ തീർച്ചയായും ഒരു വലിയൊരു നേട്ടം എന്നതിലുപരി നമ്മളുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ഡിജിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ എക്കോണമിയെ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനെ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെയും, അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ, എന്താണ് പറയുന്നത്, ടെക്നോളജിക്കലി ഡ്രിവൺ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു നമ്മൾ അവസ്ഥയിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് തീർച്ചയായിട്ടും. അന്നേരം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണിത്, അല്ലെങ്കിൽ വളരെ നമുക്ക് എന്താ പറയുന്നത്, എടുത്തു പറയത്തക്ക ഒരു നേട്ടം സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച്. ഇന്ത്യൻ എക്കോണമി പ്രോഗ്രസ് ആകുന്നു, അല്ലെങ്കിൽ കൂടുതൽ മോഡേൺ ആകുന്നു, അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണിത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ UPIക്ക് പുറമെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. അതിവേഗ ബാങ്ക് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നതാണ്.
ബാങ്കുകളുടെ സംവിധാനത്തിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് അനുസരിച്ചും സെപ്റ്റംബറിനേക്കാളും 3% വർദ്ധിച്ച് 40.4 കോടി ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ഇടപാടുകൾ ഒക്ടോബറിൽ നടന്നിട്ടുണ്ട്. കാരണം ഒക്ടോബറിൽ പൊതുവേ വളരെ ഇനിയും തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആം, അതുപോലെ തന്നെ നവംബർ, ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ പൊതുവെ മാര്യേജിന്റെ സീസൺ ആണെന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ UPI ഇടപാടുകൾ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു എന്താണ് പറയുന്നത്, പ്രോഗ്രസീവ് ഇൻഡിക്കേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മളുടെ ഡിജിറ്റൽ എക്കോണമിയുടെ പൂർവാധികം ശക്തിയായിട്ടുള്ള വളർച്ച എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് തീർച്ചയായിട്ടും മറ്റ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് തന്നെ ഇന്ത്യ ഇതിനകത്തിൽ അല്പം എന്താണ് പറയുന്നത് സ്റ്റെപ്പ് അഹെഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരം ഇടപാടുകൾ ഓഗസ്റ്റിൽ 47.4 കോടി രൂപയായിരുന്നു, അത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 3% വർദ്ധിച്ച് 40.4 കോടി. ഓഗസ്റ്റിൽ ഈ ട്രാൻസാക്ഷൻ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഒക്ടോബറിലെ ഫാസ്ടാഗ് ഇടപാടുകളുടെ എണ്ണത്തിലും വർധനയുണ്ട്. തൊട്ട് മാസമായിട്ടുള്ള സെപ്റ്റംബറിനേക്കാൾ 8% വർദ്ധിച്ച് 36.1 കോടി. 36.1 കോടി ഇടപാടുകൾ ഫാസ്ടാഗിൽ നടന്ന ഏകദേശം 6,686 കോടി രൂപ ഇതിൻ്റെ മൂല്യം വരും. അതുപോലെ തന്നെ പ്രതിദിനം ഏകദേശം 216 കോടി രൂപയുടെ ഇടപാടുകൾ ഈ പറഞ്ഞ ഫാസ്ടാഗ് സംവിധാനത്തിൽ നടക്കുന്നുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള, ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പേയ്മെന്റ് സംവിധാനം, AEPS എന്ന് പറയും, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം കണക്കുകളിലും കാര്യമായിട്ടുള്ള വർധനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സമസ്ത മേഖലകളിലും ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിനകത്തിൽ ഒരു വർധനവ് ഗ്രാജുവലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പറഞ്ഞ സംവിധാനത്തിൽ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ 10.6 കോടി ആയിരുന്ന ഇടപാടുകൾ ഒക്ടോബറിൽ 6% വർദ്ധിച്ച് 11.2 കോടിയിലെത്തി. ഏതാണ്ട് 30,509 കോടി രൂപ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. പ്രതിദിനം 984 കോടി രൂപയുടെ ഇടപാടുകൾ ഡെയിലി ആവറേജ് ഈ ഒരു സംവിധാനത്തിന് കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയ്ക്ക് തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം ഇനിയുള്ള മുൻപോട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ഏത് സമ്പദ് വ്യവസ്ഥയായാലും ടെക്നോളജി ബേസ്ഡ് ആകും, ടെക്നോളജി ഡ്രിവൺ ആകും, ഇല്ലേ? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെയൊക്കെ ഒരു സമന്വയിച്ച ഒരു പുതിയ ലോകക്രമം പ്യുവർലി നമുക്ക് ഒരിക്കലും പണ്ട് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വീണ്ടും ഇന്ത്യ പോലൊരു രാജ്യത്തിന്, സംവിധാനത്തിന് കൂടുതൽ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യ വളരെ എന്താണ് പറയുന്നത് മറ്റ് രാജ്യങ്ങളെക്കാളിലും കൂടുതൽ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് ഡിജിറ്റൽ എക്കോണമിയുടെ കാര്യത്തിലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലൊക്കെ തന്നെ. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച്, ഇന്ത്യൻ എന്താണ് പറയുന്നത് ഡിജിറ്റൽ എക്കോണമിയൊക്കെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്, മുന്നേറ്റമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊരു ബ്രീഫായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പം ഇത് സമാനമായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ മറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന അതുവരെ നമുക്ക് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.